അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 172. എന്തിനാടാ കുഞ്ഞ സങ്കടം? അവൻ ആർദ്രമായി ചോദിച്ചു. ജ്വാല അവനെ മുഖമുയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. എന്തുപറ്റി? എന്തെന്നോട് പറഞ്ഞില്ല? അന്ന് കിച്ചുവിന്റെ കൂടെ സുരഭിയും ചേർന്ന ദേവേട്ടനെ? അത്രയും പറഞ്ഞപ്പോഴേക്കും അവള് വിതുമ്പിപ്പോയിരുന്നു. അത് അന്ന് ഞാനൊന്നും അറിഞ്ഞിരുന്നില്ലടാ. ചരൺ അന്ന് ഞാൻ കണ്ടിരുന്നല്ലോ. അതുകൊണ്ട് അവന്റെ മാത്രം പ്ലാനാവുന്നാ കരുതിയേ. സുരഭിയെക്കുറിച്ച് ഞാൻ അപ്പോഴൊന്നും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. അഗ്നി പറഞ്ഞു. പിന്നെ എങ്ങനെ അറിഞ്ഞേ? പിന്നെ അത് എൻ്റെ ഫ്രണ്ടില്ലേ സൂര്യ. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട്? അവൻ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞേ സുരഭിക്ക് ഇതിലുള്ള പങ്ക്. അഗ്നിയുടെ മുഖം പെട്ടെന്ന് മാറി. എന്നിട്ട് ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ? അവള് മുഖം വീർപ്പിച്ചു. പറഞ്ഞിട്ട് എന്തിനാ? ഇതുപോലെ ഉറഞ്ഞു തുള്ളാനോ? എന്റെ കുഞ്ഞിനെ തന്നെയാണോ ഞാൻ അല്പം മുൻപ് കണ്ടേ? എന്തൊരു ദേഷ്യായിരുന്നു! ആ പെണ്ണിനെ കൊന്നില്ലാന്നേ ഉള്ളൂ. അഗ്നി കുറുമ്പോടെ പറഞ്ഞു. അത് അത് ദേവേട്ടനെ കൊല്ലാൻ അവള് സഹിച്ചില്ല എനിക്ക്, അതുകൊണ്ടാ. അവളുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു. ആ, വീണ്ടും തുടങ്ങിയോ കരച്ചില്? എന്റെ പെണ്ണെ, അത് കഴിഞ്ഞില്ലേ? ഞാൻ ദേ നിന്റെ മുന്നിൽ ഒരു കുഴപ്പമില്ലാതിരിക്കുന്നില്ലേ? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അതിപ്പോഴല്ലേ? അന്ന് അന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അവൾക്ക് അതോർത്താണ് സങ്കടം. സാരില്ല, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. ഇനി സുരഭി നമുക്കിടയിലേക്ക് ഒരു ശല്യമായിട്ട് വരികയല്ല. അതുപോലെ നിനക്ക്? അവൻ സ്നേഹത്തോടെ ചോദിച്ചു. ഇനി അവൾ വന്നാ ശരിയാക്കും ഞാൻ. ജ്വാലയുടെ മുഖം പെട്ടെന്ന് മാറി. അമ്പോ, നീയാരടി, റൗഡിയോ? മിണ്ടാതിരുന്നോ പെണ്ണെ? അവൻ അവളുടെ കവിളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. ജ്വാലയും ചിരിച്ചുപോയി. സത്യം പറഞ്ഞ നിന്റെ പെരുമാറ്റം കണ്ട് ഞാൻ പോലും പേടിച്ചു പോയിട്ടോ. ഇത്രയും ദേഷ്യത്തിൽ ആദ്യമായിട്ട് കാണില്ലേ ഞാൻ. എന്റെ പാപം പൂച്ചക്കുട്ടി ശരിക്കും പുലിക്കുട്ടി ആയിരുന്നു എന്ന്. അവൻ അവളുടെ കവിളിൽ പതിയെ ചുണ്ടമർത്തി. ഇയാൾക്ക് വേണ്ടിയല്ലേ? എനിക്ക് അത്ര ഇഷ്ടായിട്ടാ. അവള് പ്രണയത്തോടെ പറഞ്ഞു. ആണോ? എന്നാ ഒരു ഉമ്മതാ. അവൻ കവിളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ജ്വാല അവനെ കൂർപ്പിച്ചു നോക്കി. നല്ല കുട്ടിയല്ലേ? അഗ്നി കൊഞ്ചി. അവള് പുഞ്ചിരിയോടെ അവന്റെ കവിളിൽ ചുംബിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. ദേവേട്ടാ, സുരഭിക്ക് ഹോസ്പിറ്റലിലാ. രാവിലെ ഒന്ന് പോയി നോക്കണം അങ്ങോട്ട്. അവൻ പറഞ്ഞു. അവളിനി ഇങ്ങോട്ട് വരണ്ട ദേവേട്ടാ, എനിക്ക് കാണണ്ട. അവള് നാളെ ഇങ്ങോട്ട് വരും കുഞ്ഞ. അഗ്നിയുടെ ശബ്ദം പെട്ടെന്ന് ഗൗരവത്തിലായി. അവള് സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് കുഞ്ഞ. നീ കൂടി അറിഞ്ഞുകൊണ്ട് വേണം എനിക്കിനി മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ. അഗ്നി പറയുമ്പോൾ അപ്പോഴും അവൾ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കിയിരിപ്പാണ്. എന്താ ദേവേട്ടാ, ഞാൻ എന്താ ചെയ്യണ്ടേ? പറയാ, പക്ഷേ നീ എൻ്റെ കൂടെ ഉണ്ടാവണം. ഉം. അവള് മൂളി. സുരഭി, അവളൊരു തെറ്റാ. ആ തെറ്റിനെ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം. അഗ്നി പറഞ്ഞതും അവള് തലയാട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അഗ്നി അവളോട് അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി. എല്ലാം കേട്ട് കഴിഞ്ഞതും ജ്വാലയുടെ മുഖവും മാറി. അവള് ഗൗരവത്തോടെ തലയാട്ടി. അഗ്നി രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചിരുന്നു. അവനവിടെ ചെന്നപ്പോ അപ്പു ഒരു റൂമിന്റെ മുന്നിലുള്ള ചെയറിലിരുന്ന് ഉറങ്ങുന്നുണ്ട്. അഗ്നി അവനെ തട്ടി വിളിച്ചു. അപ്പു ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. ആ, ഏട്ടൻ വന്നോ? കണ്ണ് തിരുമ്മിക്കൊണ്ട് അവൻ ചോദിച്ചു. അച്ഛനും പൊന്നും മീനും ഒക്കെ എവിടെ? അഗ്നി സംശയത്തോടെ ചോദിച്ചു. അത് സുരഭി ഐസിയുലേക്ക് കയറ്റിയപ്പോ അവർക്ക് ഞാൻ റൂം എടുത്തു കൊടുത്തു ഏട്ടാ. എന്തിനാ വെറുതെ ആ നാശം പിടിച്ചവൾക്ക് വേണ്ടി അച്ഛനും പിള്ളേരെ കുറക്കം കളയുന്നേ? അപ്പു താല്പര്യമില്ലാതെ പറഞ്ഞു. അല്ല, എന്താ സുരഭിയുടെ ഇപ്പോഴത്തെ അവസ്ഥ? അവൻ സംശയത്തോടെ ചോദിച്ചു. അത് പുലർച്ചെ 3 മണിയൊക്കെ ആയപ്പോഴാ സുരഭിയുടെ സ്റ്റിച്ചിടലൊക്കെ കഴിഞ്ഞ് അവളെ റൂമിലേക്ക് മാറ്റിയതേട്ടാ. കൈ ഒടിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. പിന്നെ നെറ്റിയിലെ പൊട്ടല്, പിന്നെ വായിലെ 2 പല്ല് പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് എന്തോ രാവിലെ ഡോക്ടർ വന്ന് നോക്കുന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഏട്ടാ, വീഴ്ചയിൽ അവളുടെ നടുവിനെന്തോ പറ്റിയിട്ടുണ്ട്. അവൾക്ക് നിവർന്നു നിൽക്കാൻ എന്തോ ഒരു... ഇവിടുന്ന് ഡിസ്ചാർജ് ആയാലും ചിലപ്പോ കുറച്ചു കാലം പണിയായിരിക്കും. അപ്പു പറഞ്ഞു നിർത്തി. അഗ്നിയുടെ മുഖം കനത്തു. അവൻ മൂളിയതേയുള്ളൂ. പിന്നെ ഏട്ടാ, സംഭവം കേസായിട്ടുണ്ട്. സുരഭി ഇങ്ങനൊരവസ്ഥയിലായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകാർ സ്വമേധയാ കേസെടുത്തു. പത്മാൻറ്റി കുറെ പറഞ്ഞു നോക്കിയതാ, പക്ഷെ കാര്യമുണ്ടായില്ല. അവളുടെ ശരീരത്തിൽ ബെൽറ്റ് കൊണ്ടെടുത്ത് മുറിവൊക്കെ ഉണ്ട്. ചിലപ്പോൾ ജ്വാലയുടെ പേരിലും കേസ് വരുന്ന ആൻറ്റി പറഞ്ഞതേട്ടാ. സുരഭിയുടെ മൊഴിയെടുക്കാൻ ഇന്ന് പോലീസ് വരും. അപ്പു പേടിയോടെ പറഞ്ഞു. പക്ഷെ അഗ്നിക്ക് കുലുക്കമൊന്നുമില്ല. ഏട്ടാ, അവൻ വിളിച്ചു. ഒന്നും ഉണ്ടാവില്ല അപ്പു, നീ ടെൻഷനാവണ്ട. ഞാൻ സൂര്യയെ വിളിച്ചിരുന്നു. വരുന്നത് അവൻ പറഞ്ഞു വിടുന്ന പോലീസുകാരനാ. അഗ്നി ശാന്തമായി പറഞ്ഞതും അപ്പുവിന്റെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. അല്ല, നീ എന്താ എന്നിട്ട് ഈ റൂമിന്റെ മുന്നിൽ നിൽക്കുന്നേ? അഗ്നി അടഞ്ഞു കിടക്കുന്ന ഡോറിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഓ, ഇതിനകത്താ അവളുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ബോധം വന്നും പോയിരിക്കുക. അതുകൊണ്ട് സിസ്റ്റർ വന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും. അതുകൊണ്ട് ഇവിടെ വന്നിരുന്നതാ. അല്ലെങ്കിൽ ഞാനും കുറച്ചു നേരം പോയി കിടന്നേനെ. ഉറക്കം കാരണം തളർന്ന കണ്ണുകൾ ഉയർത്തി അപ്പു പറഞ്ഞു. എന്നാ നീ പോയി വല്ലതും കഴിച്ചിട്ട് കുറച്ചു നേരം കിടന്നോ. ഇന്നാ ഈ ബാഗിൽ എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ഉണ്ട്.
അഗ്നി അവന്റെ കയ്യിലെ ബാഗ് അപ്പുവിന് നേരെ നീട്ടി. അപ്പു അത് വാങ്ങിവെച്ചു. വിശപ്പൊന്നും ഇല്ല ഏട്ടാ, കുറച്ചു നേരം കിടക്കണം. ഏട്ടനിവിടെ ഉണ്ടാവോ? ആ, ഞാനിനി സുരഭിയെ കൊണ്ടേ പോകുന്നുള്ളൂ. അഗ്നിയുടെ മുഖം പെട്ടെന്ന് മാറി. പക്ഷേ ഏട്ടാ, അവൾ ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് വയ്യാതിരിക്കുക. അവൻ ഡോക്ടേഴ്സ് പറഞ്ഞ ഓർമ്മയിൽ പറഞ്ഞു. നമുക്ക് നോക്കാം, നീ ചെല്ല്. അഗ്നി അപ്പുവിന്റെ തോളിൽ തട്ടി. എന്നാലും ഏട്ടാ, എന്റെ ഏട്ടത്തി, അവൾക്ക് ഇത്രയും ധൈര്യമൊക്കെ ഉണ്ടായിരുന്നോ? ഏട്ടൻ പൂച്ചക്കുട്ടിന്ന് വിളിക്കുന്നവള് തന്നെയാണോ അത്? അപ്പു അത്ഭുതത്തോടെ അഗ്നിയോട് പറഞ്ഞു. അഗ്നി അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാനിടയ്ക്ക് പറയാറില്ലേ, അവള് പൂച്ചക്കുട്ടി മാത്രല്ല, എന്റെ പുലിക്കുട്ടി കൂടിയാ അപ്പു. അവൻ അല്പം അഭിമാനത്തിൽ തന്നെ അത് പറഞ്ഞു. ആ, കൊള്ളാം. എന്തായാലും ആ പെണ്ണിനോട് ഇനി സൂക്ഷിച്ചും കണ്ട് നിൽക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോ അവളുടെ കയ്യിൽ നിന്ന് എനിക്കും കിട്ടും. കുസൃതിയോട് അതും പറഞ്ഞ് അപ്പു അവിടെ നിന്ന് പോയി. അതുവരെ പുഞ്ചിരിയോടെ നിന്ന അഗ്നിയുടെ മുഖം പെട്ടെന്ന് മാറി. അവൻ അടഞ്ഞു കിടക്കുന്ന ഡോറിലേക്കൊന്ന് നോക്കിക്കൊണ്ട് പതിയെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ബെഡിൽ ശാന്തമായി ഉറങ്ങുന്ന സുരഭിയെ കാണവേ അവളോടുള്ള പകയാൽ അവന്റെ മുഖം മെലിഞ്ഞു മുറുകി. എങ്കിലും അവളുടെ കിടപ്പ് കണ്ടപ്പോ ഒരു പുച്ഛച്ചിരിയും അവന് സ്ഥാനം പിടിച്ചു. എന്റെ കൂടെ കിടക്കാൻ മുട്ടിയിട്ട് വന്നതല്ലേ നീ? എന്നിട്ടിപ്പോ കിടക്കേണ്ടി വന്നത് ആശുപത്രിയിലും. സുരഭിയുടെ അടുത്തുള്ള ചെയറിലിരുന്ന് അവളുടെ ചെവിയോരം ചേർന്ന് ക്രൂരമായ ഭാവത്തോടെ അഗ്നി പറഞ്ഞു. സുരഭിയുടെ കണ്ണുകൾ ഒന്നു ചലിച്ചു. അവൾ ഉണരാൻ തുടങ്ങുകയാണെന്ന് അഗ്നിക്ക് മനസ്സിലായി. അവൻ അവളെ തന്നെ ഉറ്റുനോക്കി അങ്ങനെ ഇരുന്നു. സുരഭി പതിയെ കണ്ണുകൾ തുറന്നു. ആദ്യം അവളുടെ നോട്ടം പോയത് മുകളിലെ കറങ്ങുന്ന ഫാനിലേക്കാണ്. നെറ്റിയിലെ മുറിവിന്റെ വേദന കാരണം കണ്ണുകൾ തുറന്നതുപോലെ തന്നെ അടഞ്ഞു പോകുന്നത് പോലെ. സ്റ്റിച്ചിട്ടപ്പോ തരിപ്പിച്ചതിന്റെ വേദന വിട്ടു തുടങ്ങിയതുകൊണ്ട് തന്നെ വേദന കൊണ്ട് സുരഭിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അരികിൽ ആരുടെയോ സാമീപ്യമുള്ളതുപോലെ തോന്നിയതും കണ്ണുകൾ എങ്ങനെയൊക്കെയോ തുറന്നുകൊണ്ട് അവൾ മുഖം ചെരിച്ചു നോക്കി. അവൾ കിടക്കുന്ന ബെഡിലേക്ക് ഒരു കൈ കുത്തിവെച്ച് ആ കൈ താടിയിലേക്ക് ചേർത്ത് വെച്ച് വന്യത നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ട് പേടിയാൽ സുരഭിയുടെ കണ്ണുകൾ വികസിച്ചുപോയി. നീ എന്നൊന്നും ചെയ്യല്ലേ? പേടിച്ചരണ്ട മുഖത്തോടെ വിക്കി വിക്കി അവൾ എങ്ങനെയൊക്കെയോ അവനോട് പറഞ്ഞു. അപ്പോഴേക്കും അവളുടെ കണ്ണിൽ നിന്നും പെരുമഴ പോലെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങിയിരുന്നു. ആ കണ്ണുനീരിലേക്ക് ഒരു ചിരിയോടെ അഗ്നി നോക്കിയിരുന്നു. ഇത്രയൊക്കെയായിട്ടും ഒരിത്തിരി അലിവ് അവളോട് തോന്നുന്നില്ല. അല്ലെങ്കിൽ അങ്ങനൊന്നും അവൾ അർഹിക്കുന്നില്ല എന്ന് അഗ്നിക്ക് ഉറപ്പായിരുന്നു. ആ കണ്ണുനീരിൽ ആത്മാർത്ഥതയില്ല. ഞാനിനി അവൾ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഭയം മാത്ര. അഗ്നി ഒന്ന് പുഞ്ചിരിച്ചു. ഇനിയും നിന്നെ ഞാൻ എന്ത് ചെയ്യാനാ സുരഭി? അതും ഇവിടെ വെച്ച്. അതുകൊണ്ട് നീ സേഫാ. അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി അവൻ പറഞ്ഞ വാക്കുകൾ. ആ വാക്കുകൾ പക്ഷേ സുരഭിയെ വീണ്ടും ഭയപ്പെടുത്തുകയാണ് ചെയ്തത്. അവനോട് തനിക്കിപ്പോൾ തോന്നുന്ന ഫീൽ ഭയം മാത്രമാണെന്ന് സുരഭി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വന്ന് സുരഭിയെ പരിശോധിക്കുന്നുണ്ട്. അവൾക്ക് ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്. കയ്യിൽ ഫോണില്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിലേക്കൊന്ന് വിളിക്കാൻ കഴിയാത്തതിൽ സുരഭിക്ക് വിഷമം തോന്നി. ആ അവസ്ഥയിൽ അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അരുന്ധതി അരികിലുണ്ടായിരുന്നെങ്കിൽ എന്നാണ്. ഒന്ന് ബാത്റൂമിൽ പോവണമെങ്കിൽ പോലും അത്രമേൽ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പു പൊന്നൂനെയും മീനുവിനെയും മോഹനെയും വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഇപ്പോ അപ്പു അഗ്നിയും മാത്രമേ അവിടെയുള്ളൂ. ഇടയ്ക്ക് വെച്ച് രണ്ട് പോലീസുകാർ സുരഭിയുടെ റൂമിലേക്ക് കയറിപ്പോകുന്നത് കണ്ടപ്പോൾ അപ്പുവിന് പേടി തോന്നിയെങ്കിലും അഗ്നിയുടെ മുഖം അപ്പോഴും ശാന്തമായിരുന്നു. അവൻ ഫോൺ കയ്യിലെടുത്ത് അതിന്ന് ഗാലറി ഓപ്പണാക്കി ജ്വാലയുടെ ഫോട്ടോ നോക്കിയിരിക്കുകയാണ്. അവരുടെ വിവാഹ ഫോട്ടോ ആയിരുന്നു അത്. ആ ഫോട്ടോയിൽ അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ അവനോടുള്ള പേടിയായിരുന്നു. അന്നത്തെ കാര്യങ്ങൾ ഓർക്കവേ അവൻ ഇപ്പോൾ ചിരിയാണ് വരുന്നത്. അന്നത്തെ ജ്വാലയല്ല ഇന്നെനിക്കൊപ്പം ഉള്ളത്. എന്തൊരു കുറുമ്പിയ പെണ്ണ്! അവൻ ചിരിയോട് ഓർത്തു. ആരാണ് സുരഭിയെ ഉപദ്രവിച്ചേ? സുരഭിയെ കാണാനായി വന്ന പോലീസുകാരൻ അവളോട് ചോദിച്ചു. ഒരു ലേഡി കോൺസ്റ്റബിളും അവളുടെ അടുത്തായി നിൽക്കുന്നുണ്ട്. എല്ലാം അവരോട് തുറന്നു പറയണമെന്ന് സുരഭി പലതവണ ആലോചിച്ചു. ഈയൊരവസ്ഥയിൽ ഞാനെല്ലാം തുറന്നു പറഞ്ഞ ആ ദേഷ്യത്തിൽ അഗ്നി ഒരു പക്ഷേ വീണ്ടും എന്നെ ഉപദ്രവിച്ചാലോ? അവൾക്ക് ഭയം തോന്നി. അത് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വയ്യ. അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. പറ്റുന്നതുപോലെ പറഞ്ഞാൽ മതി. തന്നെ ഉപദ്രവിച്ചതാരാ? വീണ്ടും ചോദ്യമുയർന്നു. അറിയില്ല. മനസ്സിലായില്ല. അറിയില്ല എന്ന് പറഞ്ഞ? പോലീസുകാരൻ്റെ അടുത്ത ചോദ്യം. അത് ഒരു ആക്സിഡന്റ് ആയിരുന്നു. എന്റെ ബോധം പോയി, അവൾ പറഞ്ഞു. ആക്സിഡന്റ് ആണെങ്കിൽ തന്റെ ദേഹത്ത് എങ്ങനെ ഈ പാടൊക്കെ വന്നു? ഇത് കണ്ടിട്ട് ആക്സിഡന്റ് പറ്റിയതാണെന്ന് തോന്നുന്നില്ലല്ലോ. ലേഡി കോൺസ്റ്റബിൾ അവളെ സംശയത്തോടെ നോക്കി. സുരഭി ആകെ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. എല്ലാം അവരോട് തുറന്നു പറയണമെന്നുണ്ടായിരുന്നിട്ടും തന്റെ നിസ്സഹായാവസ്ഥ കൊണ്ട് അതിന് പറ്റുന്നില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സുരഭി, ആ പോലീസുകാരൻ വിളിച്ചു. എനിക്കൊന്നും ഓർമ്മയില്ല, പരാതിയില്ല. പ്ലീസ്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നെ വെറുതെ വിടണം, അവൾ അവരോട് ദയനീയമായി പറഞ്ഞു. ആ പോലീസുകാർ പരസ്പരം ഒന്ന് നോക്കി. റെസ്റ്റ് എടുക്കൂ. അതും പറഞ്ഞവർ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. അഗ്നി മുഖമുയർത്തി അങ്ങോട്ടേക്കൊന്ന് നോക്കി. അപ്പുവിന്റെ നോട്ടം ആ പോലീസുകാരിലേക്ക് പോയി. അവരവരെ രണ്ടുപേരെ ഒന്ന് നോക്കി അവിടെ നിന്ന് മുന്നോട്ട് നടന്നു. അഗ്നി അപ്പോഴും അവരെ തന്നെ നോക്കുന്നുണ്ട്.
പെട്ടെന്ന് ആ പോലീസുകാരൻ അഗ്നിയെ തിരിഞ്ഞു നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അകത്ത് എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് ആ പുഞ്ചിരിയിൽ നിന്നും അഗ്നിക്കും അതോടുകൂടി മനസ്സിലായി. ചുണ്ടിൽ വിരിഞ്ഞ പുച്ഛച്ചിരി മറച്ചുവെച്ച് അഗ്നി സുരഭിയുടെ ഡിസ്ചാർജിനെ കുറിച്ച് സംസാരിക്കാനായി ഡോക്ടറുടെ ക്യാബിനിലേക്ക് നടന്നു. കൗസ്തുഭത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാറ് നിർത്തിയതും സുരഭിയുടെ കണ്ണുകൾ ഭയത്താൽ അഗ്നിയിലേക്ക് നീണ്ടു. ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടും അവൻ അത് കേൾക്കാതെ അവളുടെ ഡിസ്ചാർജ് വാങ്ങി കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനും മറ്റുള്ളവരും ചേർന്ന് ഇനിയും തന്നെ ഉപദ്രവിക്കുമെന്നുള്ള പേടി അവൾക്കുണ്ടായിരുന്നു. കുറച്ചെങ്കിലും പറ്റുമായിരുന്നെങ്കിൽ ഓടിപ്പോയേനെ ഞാൻ. അവൾ അപ്പുവിനെ അഗ്നിയെ മാറി മാറി നോക്കി. കാറിന്റെ ശബ്ദം കേട്ടതും അപ്പോഴേക്കും ചിത്തുവും പൊന്നുവും മീനുവും സൗബിയും എല്ലാം പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. മോഹൻ ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. അഗ്നി ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി സൗബിയുടെ കവിളിലേക്കൊന്ന് നോക്കി. തല്ലുകൊള്ളാനായിട്ട് ജനിച്ച രണ്ട് ജന്മങ്ങൾ. അവൻ പതിയെ പിറുപിറുത്തു. അപ്പോഴേക്കും അപ്പുവും കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നു. ഡി, നിന്റെ ചേച്ചിയുണ്ട് കാറില്, അവളെയും പിടിച്ചിറക്കി അകത്തേക്ക് വാ. സൗബിയെ നോക്കി കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അഗ്നി സിറ്റ് ഔട്ടിലേക്ക് കയറി. സൗബി പേടിയോടെ തലയാട്ടി പെട്ടെന്ന് കാറിന്റെ അടുത്തേക്ക് നടന്നു. കുഞ്ഞനവിടെ അമ്മ? അവൻ അകത്തേക്ക് എത്തി നോക്കി ചിത്തുവിനോട് ചോദിച്ചു. റൂമിലാ അവര് പറഞ്ഞു. പക്ഷെ അവരുടെ മുഖം ആകെ വീർത്തിട്ടുണ്ട്. എന്തു പറ്റി അമ്മേ? എന്തേ കവിളിങ്ങനെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നേ? അവൻ കുറുമ്പോടെ ആ കവിളിലൊന്ന് പിച്ചി. പോടാ. അവനവന്റെ കൈ തട്ടി മാറ്റി. അഗ്നിക്ക് ഒന്നും മനസ്സിലായില്ല. അവൻ പൊന്നൂനെയും മീനുവിനെയും മാറി മാറി നോക്കി. അഗ്നിയേട്ടൻ വീണ്ടും ആ സുരഭി ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവന്നതിന്റെ ദേഷ്യം അമ്മയ്ക്ക്. പൊന്നു ചിരിയോടെ പറഞ്ഞു. ഓഹോ, അതാണോ? അഗ്നി കുറുമ്പോടെ ചിത്തൂനെ നോക്കി. ആ, അത് തന്നെയാ. നീ എന്തിനാ വീണ്ടും അവളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നേ? ആ ജന്തുവിനെ വീണ്ടും ഇവിടെ താമസിപ്പിക്കാനാണോ? നടക്കില്ല കണ്ണാത്, ഞാൻ സമ്മതിക്കില്ല അതിന്. ചിത്ര ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ ഇപ്പൊ തന്നെ തിരികെ പോവും അമ്മേ. അമ്മ ഒന്ന് സമാധാനപ്പെട്. അവൻ അവരെ ആശ്വസിപ്പിച്ചു. ചിത്തു ആണോ എന്ന പോലെ അവനെ നോക്കി. അവൻ അവരെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. പതുക്കെ. സുരഭിയുടെ നിലവിളി പോലുള്ള ശബ്ദമാണ് അഗ്നിയെ മറ്റുള്ളവരെയും വീണ്ടും കാറിനടുത്തേക്ക് നോക്കാൻ പ്രേരിപ്പിച്ചത്. സൗബി താങ്ങിപ്പിടിച്ച് ഒരു വിധമാണ് അവളെ കാറിൽ നിന്ന് ഇറക്കിയത്. നിവർന്നു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സുരഭി എങ്ങനെയൊക്കെയോ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ നാശം പിടിച്ചവളെ വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നൂലേ? ആ ചൂലിങ്ങോട്ട് എടുക്കും മക്കളെ. ഇവളുടെ സൂക്കേട് ഇന്നത്തോടെ തീർത്തിട്ടേ ഉള്ളൂ ഞാൻ. ചിത്തു ദേഷ്യത്തോടെ സുരഭിക്ക് നേരെ ചീറി. അവള് പേടിയോടെ സൗബിയെ മുറുകെ പിടിച്ചു. അമ്മേ, അഗ്നി വിളിച്ചു. നീ മിണ്ടണ്ട കണ്ണ. ഇന്നലെ നീയും ജ്വാലയും കൂടി ഇവളെ അങ്ങനെ തല്ലിച്ചതച്ചോണ്ട് മാത്രാ ഞാനിവളെ വെറുതെ വിട്ടെ. അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഇന്നലെ തന്നെ ഇവള് വാങ്ങിച്ചേനെ. അത്രയ്ക്ക് സൂക്കേട് കൂടി നിൽക്കുകയാണെങ്കിൽ വീട്ടുകാരോട് പിടിച്ച് കെട്ടിച്ചു തരാൻ പറയടി. അല്ലാതെ എന്റെ മോനെയും വെള്ളറക്കി നടക്കല്ല വേണ്ടേ. ചിത്തു സുരഭിയെ അടിക്കാൻ എന്ന പോലെ അവൾക്കടുത്തേക്ക് വന്നു. അവള് കണ്ണു നിറച്ച് എല്ലാവരെയും നോക്കി. എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടൂ എന്നൊരു യാചന അവളുടെ നോട്ടത്തിലുണ്ടായിരുന്നു. അമ്മേ, ഇനിവളൊന്നും ചെയ്യണ്ട, അത്രയ്ക്ക് പഞ്ചറായി കിടക്കുക. അപ്പു ചിത്തുവിനെ പിടിച്ചു വെച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. ചിത്തുവിന് അപ്പോഴും ദേഷ്യം അടങ്ങിയിട്ടില്ല. ഞങ്ങൾ പൊക്കോളാം, സൗബി പെട്ടെന്ന് പറഞ്ഞു. പോയില്ലെങ്കിൽ ഇറക്കി വിടാൻ എനിക്കറിയാടി. നീയോ അത്ര നല്ലവളൊന്നുമല്ലാന്ന് എനിക്കറിയാം. ആ കവിളിൽ നീലിച്ചു കിടക്കുന്ന പാട് നിന്റെ കയ്യിലിരിപ്പിന്റെയാ. അതെങ്ങനെയാ മക്കളെ നേരാവണ്ണം വളർത്താൻ പെറ്റ തളയ്ക്ക് സമയം വേണ്ടേ? ചിത്തു സൗബിയോടും ഒരു അലർച്ച പോലെ പറഞ്ഞു. സൗബിയുടെ തല താഴ്ന്നു. പൊന്നു ഇന്നലെ ഉണ്ടായ കാര്യങ്ങളെല്ലാം അവിടെ എല്ലാരോടും പറഞ്ഞിട്ടുണ്ടെന്ന് സൗബിക്ക് അതോടുകൂടി മനസ്സിലായി. മതി അമ്മേ, അവരകത്തേക്ക് കയറിക്കോട്ടെ. സൗപർണിക, അവളെയും കൂട്ടി അകത്തേക്ക് പോ. അഗ്നി പറഞ്ഞതും സൗബി തലയാട്ടി സുരഭിയായിട്ട് അകത്തേക്ക് നടന്നു. ഓരോ അടി നടക്കുമ്പോഴും സുരഭിയുടെ കണ്ണ് നിറയുന്നുണ്ട്. ശരീരം അത്രമേൽ നുറുങ്ങുന്നുണ്ട്. കൊച്ചുകുട്ടികൾ പിച്ചവെച്ച് തുടങ്ങുന്നത് പോലെയാണിപ്പോ തന്റെ അവസ്ഥ എന്ന് അവൾ ഓർത്തു. വരരുതായിരുന്നു ഒരിക്കലും ഇങ്ങോട്ട്. അഗ്നിയുടെ സ്നേഹത്തോടെയുള്ള ശബ്ദത്തിൽ മയങ്ങരുതായിരുന്നു. അവൾ അങ്ങനെ ആഗ്രഹിച്ചു പോയി. അകത്തേക്ക് കയറിയതും അവളുടെ നോട്ടം നേരെ പോയത് സ്റ്റെയർ ഇറങ്ങി വരുന്ന ജ്വാലയിലേക്കാണ്. സുരഭി അവളെ നോക്കി പേടിയോടെ ഉമിനീർ വിഴുങ്ങി. ഇന്നലെ രാത്രിയിലെ ഓരോ സംഭവങ്ങളും ഇപ്പോൾ എന്ന പോലെ അവൾക്കുള്ളിലൂടെ മിന്നിമാഞ്ഞു. ബെൽറ്റ് കൊണ്ടിടത്തെല്ലാം സുരഭിക്ക് പുകഞ്ഞു നീറി. ജ്വാലയും സുരഭിയെ കണ്ട് ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയി. അടുത്ത നിമിഷം മെലിഞ്ഞു മുറുകിയ മുഖവുമായി അവൾ താഴേക്ക് ഇറങ്ങി വന്നു. സൗബി അപ്പോഴേക്കും സുരഭിയെ ഒരുവിധം പിടിച്ച് സോഫയിലേക്ക് ഇരുത്തിയിരുന്നു. എല്ലാവരും അകത്തേക്ക് കയറി വന്നു. സുരഭിയെ ചുവന്നു കയറിയ മുഖത്തോടെ നോക്കുന്ന ജ്വാലയെ കണ്ട് അഗ്നിയൊന്ന് ഞെട്ടി. എന്റെ മഹാദേവ, ഈ ഒരു അവസ്ഥയിൽ ഈ പെണ്ണ് ഇനി ഇവൾക്കിട്ട് കൊടുത്താൽ പിന്നെ ഇവളുടെ കാര്യം തീരുമാനാവും. അഗ്നി ദയനീയമായി അപ്പുവിനെ നോക്കി. അവിടെ അതിലും ദയനീയ ഭാവത്തിൽ അപ്പു സുരഭിയും ജ്വാലയും മാറി മാറി നോക്കുകയാണ്. ഇന്നോളം താൻ പുച്ഛത്തോടെയും പകയോടെയും മാത്രം നോക്കിയിരുന്ന ജ്വാലയുടെ മുഖത്തേക്ക് സുരഭി അത്രമേൽ നിറഞ്ഞ പേടിയോടെ നോക്കി. അതെ, സുരഭി ഇന്ന് അഗ്നിയോളം തന്നെ ജ്വാലയും ഭയന്നു തുടങ്ങിയിരിക്കുന്നു. തുടരും.